ഈയിടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അത് എന്താ മുസ്ലിയാര് പറയുന്നത്? നിസ്കാരത്തെ കുറിച്ച് പറയാൻ. നിങ്ങൾ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്ത ചിന്ത കടന്നു വന്നാൽ നിങ്ങൾ അപ്പോ ശംസുൽ ഉലമയെ ഓർമ്മിച്ചാ മതി. ഞാൻ അങ്ങനെയാ ചെയ്യാറുള്ളത്, അതൊരു വല്ലാത്ത അനുഭൂതിയാണ് എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന ആരാധന എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ പോലും സർവലോക രക്ഷിതാവായ റബ്ബിനെ ഓർമ്മിക്കുന്നതിന് പകരം ഓർമ്മിക്കേണ്ടത് ഈ കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മുസ്ലിയാർ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന യോഗത്തിൽ ഇതാ വഹാബികളെ ഞാൻ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി പ്രഖ്യാപിച്ച മുസ്ലിയാർ, സ്ത്രീകൾ പ്രസംഗിക്കേണ്ടവരല്ല പ്രസവിക്കേണ്ടവരാണ് എന്ന് പ്രസംഗിച്ച മുസ്ലിയാർ, അതാണ് ശംസുൽ ഉലമ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമസ്കാരത്തിൽ എന്തെങ്കിലും മറ്റ് പുറത്തുനിന്നുള്ള ചിന്തകൾ വന്നാൽ ഓർമ്മിക്കേണ്ടത് ഇത് പുറത്തുള്ള ചിന്തയല്ല എന്നാണ്. ഏത്? ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ഓർമ്മിക്കുക എന്നത് നമസ്കാരത്തിന് പുറത്തുള്ള ചിന്തയാവുകയില്ല. ഞാൻ അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ചെയ്തോളുന്നു. മൂപ്പരേതായാലും ശൈത്താന്റെ പിടിയിലായി, എന്നിട്ട് നാട്ടുകാരെ കൂടി ശൈത്താന്റെ പോക്കറ്റിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളും അത് ഓർമ്മിച്ചാൽ മതി. എവിടെയാണ് ഈ ആളുകൾക്ക് അല്ലാഹു ഉള്ളത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇവർ സ്നേഹിക്കുന്നത്, ഇവർ ഇഷ്ടപ്പെടുന്നത് ഈ ആളുകളെയാണ്. അതിന്റെ പേരിലാണ് ത്വരീഖത്തുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ പേരിലാണ് മൗലിദുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ പേരിലാണ് റാത്തീബുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നേർച്ചകളും ഉറൂസുകളും. ഈ വൈലത്തൂർ പ്രദേശത്ത് തന്നെ പ്രധാനമായ 2 നേർച്ചകൾ നടന്നല്ലോ. പാറാളിൽ നേർച്ച നടന്നു, പാറാൾ നേർച്ച നടന്നു, അതേപോലെ വൈലത്തൂർ തങ്ങളുടെ നേർച്ച നടന്നു. ഈ നേർച്ചകളൊക്കെ ആരെ സ്നേഹിക്കുവാനാണ്? ആരാണ് ഇത്തരമൊരു മാർഗം ഇവിടെ പഠിപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞു, 2 പരിപാടികൾ ഇവിടെ നടന്നു വൈലത്തൂർ തങ്ങളുടെ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 2 കൂട്ടർ ഇവിടെ പ്രസംഗിച്ചു. ഒന്ന് കുരുവട്ടൂരി ത്വരീഖത്തിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് കാന്തപുരം വിഭാഗത്തിന്റെ ആളുകളും. ഈ 2 ആളുകൾ ഇവിടെ വന്നിട്ട് വൈലത്തൂർ തങ്ങളുടെ പോരിശ് ഇങ്ങനെ പറയാൻ. ഇവരും വൈലത്തൂരും തമ്മിലുള്ള ബന്ധം എന്താ? കുരുവട്ടൂരികളുടെ നേതാവിനെ കുറിച്ച് വൈലത്തൂർ തങ്ങൾ പറഞ്ഞത് കാട്ടുകള്ളനാണവൻ. കാട്ടുകള്ളനാണവൻ. ആ കാട്ടുകള്ളനാണ് എന്ന് വൈലത്തൂർ തങ്ങൾ പറഞ്ഞ നേതാവിന്റെ അനുയായികളാണ് വൈലത്തൂര് വന്നിട്ട് വൈലത്തൂരുപ്പാപ്പ അങ്ങനെയായിരുന്നു, വൈലത്തൂരുപ്പാപ്പ ഇങ്ങനെയായിരുന്നു എന്ന് മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം വിഭാഗമോ? ഈ കാന്തപുരം വിഭാഗത്തെ അവർക്കെതിരെ, പേരോടിനെതിരെ, പെൺമളക്കെതിരെ ഞങ്ങളിതാ പരിപാടി സംഘടിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഈ നൗഷാദിനെ പോലെയുള്ള കുരുവട്ടൂരി കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാര് വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ പോയിക്കോളൂ, ഇതാ അതിനെല്ലാ പിന്തുണയും എന്റേതുണ്ട്, ഞാനങ്ങ് നടത്താനെന്നാണ് ഒരിക്കലും വൈലത്തൂർ തങ്ങള് നൗഷാദിനോട് പറഞ്ഞത്. ഞാനാണ് ആ പരിപാടി നടത്തുന്നത്. ഏത് പരിപാടി? കാട്ടുകള്ളനാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ആളുകളുടെ പരിപാടി ഞാനാ നടത്തുന്നത് എന്ന് പറഞ്ഞ ആളാണ് ഈ വൈലത്തൂർ തങ്ങൾ. എന്നിട്ട് ഇവര് 2 പേരും കൂടി ആ മനുഷ്യന്റെ അവകാശം ഏറ്റെടുക്കാൻ വേണ്ടി പരിപാടികൾ നടത്തുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ അവിടെ പ്രസംഗിച്ച പേരോട് സഖാഫി വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. ഈ ത്വരീഖത്തുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് വലിച്ചെറിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഈ സമൂഹത്തിൽ നിന്നില്ലാതാക്കിയത് ഈ ത്വരീഖത്തുകളുടെ കടന്നുകയറ്റമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ സർവലോക രക്ഷിതാവായ റബ്ബിനെ വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം, ആ സമുദായത്തിലേക്ക് ത്വരീഖത്തിന്റെ ഭാഗമായി മാലകൾ കടന്നു വന്നു.
ആ മാലകളിലൂടെ ഈ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ. ഏത് നാട്ടിൽ നിന്ന്, ഏത് ഭാഷയിൽ, ഏത് സമയത്ത് എന്നെ വിളിച്ചാലും ഞാനിതാ നിങ്ങൾക്ക് ഉത്തരം നൽകും, നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്ന ഒരു ബോധം ഈ സമൂഹത്തിന് പകർന്നു നൽകിയത് ഈ ത്വരീഖത്തിന്റെ ആളുകളാണ്. ആളുകൾ എന്ത് ചെയ്തു? അള്ളാഹുവിനെ എന്തിനു വിളിക്കണം? അള്ളാഹുവിനോട് എന്തിനു പ്രാർത്ഥിക്കണം? മാത്രമല്ല, അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാപികളല്ലേ, നമ്മളൊക്കെ തെറ്റ് ചെയ്ത ആളുകളല്ലേ? നമ്മൾ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നത് കുഴപ്പമല്ലേ? ഉദാഹരണം പറഞ്ഞിരുന്നു ഈ നാട്ടിൽ, ഉദാഹരണം പറഞ്ഞു. തൗഹീദിൽ നിന്ന് ആളുകളെ അകറ്റാൻ, അള്ളാഹുവിൽ നിന്ന് ആളുകളെ അകറ്റാൻ ഉദാഹരണം പറഞ്ഞു. എന്താ? ട്രാൻസ്ഫോമറിന്റെ മുകളിൽ നിന്ന് നേരിട്ടൊരു വയറ് കണക്ഷൻ കൊടുത്താൽ, ബൾബ് കത്തിച്ചാൽ ആ ബൾബ് ഫ്യൂസായി പോകും. ട്രാൻസ്ഫോമറിന്റെ മുകളിൽ നിന്ന് നേരിട്ട് വരുന്ന പവർ അത് താങ്ങാൻ ബൾബിന് കഴിയില്ല. ഇതുപോലെ നമ്മൾ നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ ഫ്യൂസായി പോകും. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് വേണം? കുറച്ച് ഫ്യൂസുകൾ വേണം ഇതിന്റെ പവർ കുറക്കാൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔലിയാക്കളോട് ചോദിക്കുന്നത്. ആ ഔലിയാക്കൾ അള്ളാഹുവിനോട് ചോദിച്ച് കാര്യം നടത്തിത്തരും. ഇത് നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞ ഉദാഹരണമല്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന മുസ്ലിയാരാണല്ലോ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന നജീബ് മുസ്ലിയാർ. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയാൻ, എന്താണ് ഈ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിശ്വാ എന്ന് പറയുന്നത്? ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉമ്മൻചാണ്ടിയുടെ അരികിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണം. എനിക്ക് ഉമ്മൻചാണ്ടിയെ നേരിട്ടറിയില്ല. അദ്ദേഹം പറയാൻ, എനിക്ക് ഉമ്മൻചാണ്ടിയെ നേരിട്ടറിയില്ല, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ എന്റെ അയൽവാസിയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഡ്രൈവറോട് പറയും, ഇങ്ങനെ എന്റെ ഒരു ഫയൽ CM-ന്റെ മേശപ്പുറത്തുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മേശപ്പുറത്തുണ്ട്, അതൊന്ന് റെഡിയാക്കി തരാൻ നീ ഒന്ന് മുഖ്യമന്ത്രിയോട് പറയണം എന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറോട് പറയും. അയാള് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ആ കാര്യം ശരിയാക്കി തരും. ഇത് തന്നെയാ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ മൊഹീദ്ദീൻ ശേഖിനോട് പറയുന്നു, ഞങ്ങൾ ബദരീങ്ങളോട് പറയുന്നു, ഞങ്ങൾ റിഫായി ശേഖിനോട് പറയുന്നു, ഞങ്ങൾ മമ്പറന്തങ്ങളോട് പറയുന്നു. അവർ അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യം ശരിയാക്കി തരുന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരു മുസ്ലിയാരുടെ അവസ്ഥയാണിത്. മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സർവലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറയുന്നു, മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. അള്ളാഹിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവര് മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹിനോട് സ്വീകരിക്കേണ്ട നിലപാടെന്ത് എന്നവർക്കറിയില്ല. അതല്ലേ ഈ ഉദാഹരണത്തിലുമുള്ളത്. കാരണം എന്തിനാണ് ഈ മുസ്ലിയാർ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറുടെ അരികിൽ പോയത്? പോകാനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, എനിക്ക് മുഖ്യമന്ത്രിയെ നേരിട്ടറിയില്ല, മുഖ്യമന്ത്രിക്ക് എന്നെയും അറിയില്ല എന്നാണ്. മുഖ്യമന്ത്രി ഇയാളും തമ്മിൽ നല്ല ബന്ധമായിരുന്നെങ്കിലോ? മുഖ്യമന്ത്രിക്ക് ഇയാളെ അറിയാം, ഇയാൾക്ക് മുഖ്യമന്ത്രിയെ അറിയാം. നമ്മൾ സാധാരണ പറയുന്ന രൂപത്തിലാണെങ്കിൽ ഒരു എടാപോടാ ബന്ധമൊക്കെയാണ് മുഖ്യമന്ത്രിയായിട്ടെങ്കിൽ ഇയാൾ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറോട് പറയൂ? ഇല്ല, നേരിട്ട് പറയൂ. ഇവിടെ ഈ മുസ്ലിയാര് പറയുന്ന ഉദാഹരണം, എനിക്ക് മുഖ്യമന്ത്രിയെ അറിയില്ല, മുഖ്യമന്ത്രിക്ക് എന്നെയും അറിയില്ല. എന്നാൽ അള്ളാന്റെ കാര്യത്തിലോ? ഇയാൾക്ക് അള്ളാനെ അറിയില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ അള്ളാഹ്ക്ക് ഇയാൾ അറിയില്ലേ? അള്ളാഹുവിന് ഇയാളെ അറിയില്ലേ? ഇവരുടെ ബോധം ഇതാണ്. അള്ളാഹുവിന് ഇയാളെ അറിയില്ല, പക്ഷെ മുഹീദ്ദീൻ ശൈഖിന് അറിയാം, ബദരീങ്ങൾക്ക് അറിയാം, മമ്പർന്നങ്ങൾക്ക് അറിയാം. അപ്പൊ ഇയാളുടെ കുട്ടിക്ക് രോഗം വരുമ്പോ ഇയാള് പ്രാർത്ഥിക്കാണ്, ബദരീങ്ങളെ
ആദ്യം പഠിച്ചവനെ എന്റെ കുട്ടീന്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ഒരു പരിഗണനയും കിട്ടൂല. കാരണം ഇത് ആരായി നജീബ് മൊയ്ലിയാര്, ഏതായി സംസ്ഥാന, ഏതായി വണ്ടൂര്, ഏതായി മമ്പാട്, ഇതൊന്നും പഠിച്ചവനറിയില്ല. അതുകൊണ്ട് പഠിച്ചവൻ അത് പരിഗണിക്കൂല. ഏതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിഗണിക്കാത്തതുപോലെ. എന്നാൽ ബദിരിങ്ങൾക്ക് ആരാണ് നജീബ് മുസ്ലിയാരെന്നറിയാം. മൂപ്പര് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ നേതാവാണെന്നറിയാം, മമ്പാട്ടുകാരനാണെന്നറിയാം. ഇതൊക്കെ അറിയാവുന്ന ബദിരീങ്ങളോട്, ഇതൊക്കെ അറിയാവുന്ന മമ്പറന്തങ്ങളോട്, ഇതൊക്കെ അറിയാവുന്ന മൊഹീദ്ദീൻ ശൈഖിനോട് എന്റെ കുട്ടിയുടെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ശൈഖും മമ്പറന്തങ്ങളും ബദിരീങ്ങളൊക്കെ പടച്ചവനോട് പറയും, പടച്ചവനെ നേരത്തെ നിന്നോട് കുട്ടിയുടെ രോഗം മാറ്റിത്തരാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയല്ലോ മമ്പാടുന്നൊരു ഒരു മൊയ്ലിയാര്. മൂപ്പരെ ഞങ്ങൾക്കറിയാട്ടോ, നിനക്കറിയില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ ആ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു മൗലിദും റാത്തീബും അതേപോലെ ഖവാലിയൊക്കെ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് മൂപ്പരെ കുട്ടീന്റെ സൂക്കേട് നീ ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് ഈ മഹാന്മാര് പറയും. അങ്ങനെ പറഞ്ഞ കാര്യം നടക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. അള്ളാഹു പറഞ്ഞത് എത്ര സത്യം.